ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 1 വീക്ക് മുന്നേ ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ റോസ്മേരി വാട്ടറിൻ്റെ ഇത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് പറയാനും പിന്നെ അതിൻ്റെ കുറച്ച് കമൻറ്റ് ഉണ്ടായിരുന്നു, അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള എൻ്റെ ഒന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് അങ്ങോട്ട് വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു, അത്യാവശ്യം മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എനിക്കിത് 1 വീക്ക് യൂസ് ചെയ്തതിന് ശേഷം അത്രയ്ക്കില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേനും 1 or 2 അങ്ങനെയൊക്കെ വരാറുള്ളായിരുന്നു. മുമ്പത്തെക്കാളും ഇപ്പോൾ കുറച്ചിലുണ്ട്. പിന്നെ ഇത് ഫസ്റ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യുന്ന വരും. ചിലപ്പോൾ അവർക്ക് ഒരുപാട് മുടി കൊഴിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ആപ്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ ഇത് ഉണ്ടാക്കുന്ന രീതി ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ലിങ്ക് കൊടുത്തേക്കും കാണാത്തവർക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നതിന് മുൻപ് നമ്മളിപ്പോൾ ഏത് ഓയിലാണോ തേക്കുന്നത്, ഇപ്പം കാച്ചിയ എണ്ണയാണെങ്കിൽ അങ്ങനെ, അല്ലാത്തയാണെങ്കിൽ അങ്ങനെ, അത് നമ്മൾ തേച്ച് കൊടുക്കുക. എന്നിട്ട് മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓയിൽ തേച്ചതിന് ശേഷം മാത്രം നമ്മുടെ ഈ റോസ്മേരി വാട്ടർ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് ഡെയിലി യൂസ് ചെയ്യരുത്, അതാണ് എനിക്കൊരു മനസ്സിലായത്. നമ്മൾ വീക്കിൽ 2 വട്ടം മാത്രമേ യൂസ് ചെയ്താൽ മതി. ഡെയിലി യൂസ് ചെയ്ത് ചിലപ്പോൾ തലവേദനയൊക്കെ വരാനൊക്കെ സാധ്യത ഉണ്ടായിരിക്കും. നമ്മൾ മുടിയിൽ തേക്കേണ്ട, നമ്മുടെ സ്കാൽപ്പിൽ തേച്ചെടുത്താൽ മതി. പിന്നെ ഇത് നമ്മൾ തേച്ച് കൊടുത്തിട്ട് നനഞ്ഞ മുടിയോടെ കെട്ടി വെക്കരുത്. അങ്ങനെ വെച്ച് ചിലപ്പോൾ നമുക്ക് താരനൊക്കെ കൂടാനായിട്ട് സാധ്യത ഉണ്ടാവും. നമ്മുടെ താരനിത് കുറയ്ക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. മുടിയിൽ വേണമെങ്കിൽ തേച്ച് കൊടുക്കാം, തേക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല. പിന്നെ സ്പ്ലിറ്റ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറും. ഇപ്പോൾ സ്കാൽപ്പിൽ തേച്ചെടുക്കുക. സ്കാൽപ്പിൽ തേച്ചതിന് ശേഷം അതുപോലെ അങ്ങ് മുടി നനച്ചിടരുത്. നമ്മൾ ജസ്റ്റ് എന്ത് കൊടുക്കുക, ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ തലയിൽ. പിന്നെ ഈ റോസ്മേരി യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് നമ്മൾ താളിയൊക്കെ തേക്കുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. വേറെ എന്തെങ്കിലും പാക്കൊക്കെ തലയിൽ യൂസ് ചെയ്യണം, അതൊക്കെ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ നമ്മുടെ ചെമ്പരത്തി താളി യൂസ് ചെയ്യും. ഇത് തേച്ചതിന് ശേഷം കെമിക്കൽ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്ത് നമ്മുടെ മുടി വാഷ് ചെയ്യരുത്, നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. വല്ല താളിയോ അങ്ങനെ എന്തെങ്കിലും മാത്രം യൂസ് ചെയ്തിട്ട് മുടി വാഷ് ചെയ്താൽ മതി. ഞാനിപ്പോൾ താളിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന് കൂടുതൽ ഞാൻ വേപ്പിൻ്റെ നീരും ഒക്കെ നമ്മുടെ തലയിൽ നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ അതിനൊന്നും ഒരു കുഴപ്പമില്ല. മുടി ഉണങ്ങിയ ശേഷം മാത്രം കെട്ടി വെക്കാം. അപ്പോൾ ഉണങ്ങിയതിന് ശേഷമുള്ള മുടിയാണ് എൻ്റെ ഇത്. ഞാൻ ഷാമ്പു അല്ല യൂസ് ചെയ്യുന്നത്, നമ്മുടെ ചെമ്പരത്തിയുടെ താളിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം മാത്രം മുടി നമ്മൾ കെട്ടി വെക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.